അയ്യോ, ഈ ബാനർ കാണുമ്പോൾ ചരക്കുകൾ കിടുങ്ങണം. എങ്ങനെയുണ്ടാ? കുറച്ചുകൂടെ ചോപ്പാവാല്ലേ? ഇപ്പൊ തന്നെ കുളമാണ്. ആ ഊതല്ലേ? അയ്യോ വിശ്വാമിത്രൻ, എന്റെ അമ്മോ! Sky is no limit for the angels. എന്താണ് ഇവിടെ? വാട്ട്സ് ഹാപ്പനിങ്? അപ്പോ സ്വീകരണ കമ്മിറ്റി യോഗമായിരുന്നു. ആരാ നേതാവ്? ചോദിച്ചത് കേട്ടില്ലേ? കമോൺ. ഈ അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെൺകുട്ടികൾ ട്രെയിനിങ്ങിന്. അപ്പൊ ബാനർ കിട്ടിയാൽ മാത്രം പോരാ, തലയും കുത്തി ഒന്ന് സല്യൂട്ട് ചെയ്യണം. ഒരു ചേഞ്ചിന്. നിന്ന നിൽപ്പിൽ സമ്മർ സോൾട്ട് ചെയ്തവന്മാർ വരെ ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് സക്കീർ ഭായ് തന്റെ വെൽ ഡിസിപ്ലിൻഡ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ്? ഇയാള് നേരെയാവണ ലക്ഷണമില്ല. ചെറുപ്പത്തിൽ ഒരുപാട് കടുക്ക വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിന്റെ കടുക്ക വെച്ച എന്താ കുഴപ്പം? ഓടേക്ക എയർഫോഴ്സ് ലൈഫിൽ അപകടം എപ്പോ വേണമെങ്കിലും വരാം, ബട്ട് നോട്ട് ഇൻ ദ ഫോം ഓഫ് എ വുമൺ. സ്വകാര്യ ജീവിതത്തിൽ ചെത്തോ മെനുക്കോ റൊമാൻസോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ഈ മതിൽക്കെട്ടിനകത്ത് നിറങ്ങളില്ല. ആണായാലും പെണ്ണായാലും കാരറ്റ്സ് മാത്രം. ഓൺലി കാരറ്റ്സ്. ക്ലിയർ? തും സബ് ലോഗ് ചുപ് ക്യോं बैठा है? ആഫ്റ്റർ ഓൾ ഒരു വെൽക്കം ബാനർ, അത് ഇത്രയും വലിയൊരു ഒഫൻസ് ആണോ? എടാ, നമ്മുടെ ഈശ്വർ സാറിനെ ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ എന്താ അത്ര വലിയ അലർജി? കടുക്ക അല്ലാണ്ട് എന്ത് കാരണം? കടുക്കയ്ക്ക് എന്താ കുഴപ്പം? ഈ കടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം കൈപ്പുള്ള ആയുർവേദ മരുന്നാണത്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കടിക്കൂല, പക്ഷെ ഭയങ്കര കൊരയായിരിക്കും. അതല്ലടാ ഒക്കെ എന്തറിഞ്ഞിട്ടാ നീ പറയണത്? എന്ത് ഇതിന്റെ ഇന്നർ മീനിങ് എന്താണെന്ന് അറിയോ? എന്തുവാ? അറിയോ? അറിയില്ലോ. ഇല്ല എന്നാ അവിടെ ഇരുന്ന്. കടുക്ക എന്ന് പറയുന്ന സാധനം അല്പം അടൽസൊള്ളിയാണ്. യെസ്. ഈ കടുക്ക എന്ന് പറയുന്ന സാധനം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഈ സാറല്ലടാ ഒക്കെ എന്താണ് കൈ കിട്ടുന്നത്? ഒരു പോക്കറ്റ് കാണിച്ചാണല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. കേഡറ്റ് ദാസ് സർ, കം ഹിയർ. എന്താ ഇടയ്ക്ക് മുറിഞ്ഞു പോയത്? മുഴുവൻ പറഞ്ഞു തീർക്ക്. ഇന്നലെ എടുത്ത ക്ലാസിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. കടുക്കയെ കുറിച്ചായിരുന്നു ഇന്നലത്തെ ക്ലാസ്? അല്ല, കടുക്ക നല്ലൊരു ആയുർവേദ ഔഷധം തോമസ് പറയായിരുന്നു. ദാസിന് എത്ര വയസ്സായി? 20 അല്ല 21. 10 വേനലും മഴയും തന്നെക്കാൾ കൂടുതൽ കണ്ടവനാ ഞാൻ. അപ്പൊ അതിന്റെ എല്ലുമൂപ്പ് എനിക്ക് കാണും. തോളിൽ കിറ്റ് ബാഗും തൂക്കി ഓടാനോ ചാടാനോ തലകുത്തി മറിയാനോ ഒന്നും ഞാൻ പറയില്ല. മനസ്സിലായോ? ദേ, തമാശ പറയുന്നതൊക്കെ നല്ല കാര്യം. അതൊക്കെ തരക്കാരോട് തരക്കാരെ കുറിച്ച്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ ആരാണെന്നാ നിന്റെയൊക്കെ വിചാരം? മേലിൽ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഇത്തരം വർത്തമാനം പറയുന്നത് കേട്ടാൽ അണ്ടർസ്റ്റാൻഡ്? വിനോദ്, come on. അന്നോന്ന ചരക്ക് ഗസ്റ്റ് ആണെങ്കിൽ തിരിച്ചു പോയി കാണൂല്ലേ? ഇനി ട്രെയിനി ആണെങ്കിലും തിരിച്ചു പോയി കാണും. വിനോദ്, അതേടാ, എന്തൊക്കെയാണ് ഒരു അസല് ചരക്കായിരുന്നു. അവളുടെ വേഷം വാങ്ങേണ്ട ഈശ്വര സാർ വെറുതെ വിടൂ. അന്ന് തന്നെ തിരിച്ചു ഉറപ്പിച്ചു കാണും. അന്നെ പീസ് വരുന്നുണ്ട്. എവിടെ? ഓ
തട്ടി വീഴും. ഹലോ, കയ്യിലാട്ട് വിളിക്കടാ. ഹലോ, മുമ്പിൽ മാറൊക്കെ നിന്റെ തന്ത. കുനിഞ്ഞു കുനിഞ്ഞു. സൂക്ഷിച്ച് പൊങ്ങനെ മുകളിലൊന്നുമില്ല. നിന്റെ പൊക്കുകാരെ മാറ്റി. എന്റെ അമ്മേ. ആരും ഒളിഞ്ഞൊന്നും നോക്കണ്ട, നേരെ നോക്കാം. എന്ത് സ്വിച്ചാണിത്? ശ്രദ്ധ ഇതാകെ മൂടൗട്ടാണല്ലോ. ശ്രദ്ധേ, എന്താ മൂടോഫാടാ? അന്നേ ഞങ്ങൾ വാൺ ചെയ്തതല്ലേ ഈശ്വര സാറിന്റെ അടുത്ത് ഈ വേലയൊന്നും നടക്കൂലെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇനി ഇപ്പൊ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ സമപ്രായക്കാരായ എത്രയോ ആൺകുട്ടികളിവിടെ ഉണ്ട്. ഉദാഹരണത്തിന് ഈ ഞാൻ. അയ്യടാ ഞാൻ. നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ തോറ്റു പിന്മാറുന്ന കൂട്ടത്തിലൊന്നും അല്ല. ശ്രദ്ധ തോൽക്കണമെങ്കിലേ ഇനി ഒരു ജന്മം കൂടി എടുക്കണം. ഈ വാശി കൊള്ളാം. തോക്കും തോറും വാശി കൂടണം. തോൽവിയാണല്ലോ ജയത്തിന്റെ പിന്നോടി, അല്ല മുന്നോടി. ശ്രദ്ധയോടൊപ്പം ഞാനുണ്ട്. ഈശ്വരനെ ഒരു പെണ്ണിന്റെ മുമ്പിൽ കുമ്പസരിപ്പിക്കും. ഇത് സോറി, സത്യം. അവിടെ വരണ്ട. മണപ്പിച്ചോണ്ടിരിക്കണ വർഗ സ്വഭാവം കാണിക്കാണ്ടിരിക്കോ തെണ്ടി. ഓ എന്റെ കാര്യം. എടക്കൊക്കെ അവള് വരുന്നുണ്ട്. റെഡി ആയിക്കോ. ഒരു ജീവിത പ്രശ്നമാണേ. കർത്താവേ, എന്റെ കൂടെ ഉണ്ടാവണമേ. എന്നെ ഒരിക്കലും കുഴി ചാടിക്കല്ലേ. കർത്താവ് കൂടെ ഉണ്ട്. പേടിച്ചു അല്ലേ? ഗുഡ് മോർണിംഗ്, അല്ല ഗുഡ് ഈവനിങ്. ഒരു കാര്യം പറയണോന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അത് എവിടെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ഒരു ഉപഹാരം. എന്ത് പലഹാരോ? പലഹാരമല്ല, ഉപഹാരം. താങ്ക്സ്. സെയിം ടു യു. എന്തോ പറയണ്ടെന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ? ഓ, ഞാൻ പറഞ്ഞു ഇപ്പോ. കൂടുതലൊന്നുമില്ല, 3 വാക്ക്. I love you. Stupid. ഗ്ലാസിലേക്ക് കൊടുക്കും. अरे यार, hold it properly. Yeah. Yeah, that's it. Yeah. थोड़ा नीचे. Shraddha, may I help you? No, it's okay. പിന്നെ എനിക്ക് ശ്രദ്ധയോട് വിക്കാട് കാര്യം പറ ജിജി. അത് ഞാൻ തനിക്ക് എന്നോട് പ്രേമം, പക്ഷെ അത് തുറന്നു പറയാനുള്ള ഗട്സ് പോലും ജിജിക്കില്ല. ശ്രദ്ധയുടെ ഈ പരിഹാസം വല്ലാത്ത ടോർച്ചറിംഗ് ആണ്. ശ്രദ്ധ ഇതുപോലല്ലാതെ വേറെ മറ്റേതെങ്കിലും രീതിയിൽ സംസാരിച്ച് ജിജി കേട്ടിട്ടുണ്ടോ? ശ്രദ്ധ, ഐ എം സീരിയസ്. ഓഹോ, ഐ സെഡ് ഐ എം സീരിയസ്. ഐ എം നോട്ട് അറ്റ് ഓൾ സീരിയസ്. എനിക്ക് ജിജിയെ ഇഷ്ടമാണ്, മറ്റെല്ലാരെയും പോലെ. ലെറ്റ് us be good friends. Got it? പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ ഫുൾ സാരി ചുറ്റിയിരുന്നു നീ. ഫുൾ സാരി. ബിൻസി ഒന്ന് പിടിച്ചേ, രണ്ടെണ്ണം പിടിച്ചോളൂ. അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. ബിൻസി ഇപ്പോഴും പഴയ സ്റ്റാൻഡിൽ തന്നെയാണല്ലേ? എന്റെ അഭിപ്രായത്തിന് യാതൊരു മാറ്റമില്ല. ഓഹോ, അപ്പൊ അടികൊള്ളായിരിക്കാനല്ലേ ബക്കറ്റ് 2 കൈ കൊണ്ടും പിടിക്കാൻ പറഞ്ഞത്? അതെ,
ഒട്ടും നാണില്ലല്ലേ? ഇല്ല ഒട്ടും നാണൂല. കുറച്ച് തരുമോ? എന്നോട് ഉള്ളിൽ സ്നേഹം ഉണ്ടല്ലേ? കടിക്ക് ഞാൻ കടി. ഒന്ന് അനങ്ങാണ്ട് നിക്കുന്നേ. ഞാൻ ഈ ചുമന്ന പെയിന്റ് കൊണ്ട് ഞാൻ നിന്നെ ഒരു ചെങ്കോട്ടയാക്കും. ബിൻസി, അന്ന് അറിഞ്ഞാ പോവുണ്ടല്ലോ, അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എവിടെ? എന്റെ ഹൃദയത്തിൽ. എന്താ വിശ്വാസമായില്ലേ? കാണാം. പിന്നെ നമുക്ക് ആരും അറിയാതെ ഒരു ഫ്ലൈറ്റ് കൊടുത്ത് നീലാകാശത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് പോയാലോ? അയ്യോ ഞാനില്ല. അയ്യോ അങ്ങനെ പറയരുത്. അവിടെ നമ്മൾ മാലാകമാരെ പോലെ ഇങ്ങനെ തത്തി കളിച്ച് ഡുവറ്റ് ഒക്കെ പാടിയിട്ട് ഇങ്ങനെ. അയ്യോ എന്താണ് നീലാകാശം ഇടിഞ്ഞു വീഴുന്നു? മരിക്കരുത്, ഒരുമിച്ച് മരിക്കാം. എനിക്ക് കണ്ണാണൂല. അയ്യോ. ചായ കുടിക്കേ. അയ്യേ, ഈ ചൂരിദാർ അപ്പടി അഴുക്കാണല്ലേ. ചേച്ചി ആകപ്പാടെ ഈ ഒരു ഡ്രസ് മാത്രമേ കൊണ്ടുവന്നുള്ള. ഏതാ ചായ കുടിക്ക്. തൽക്കാലം നമുക്ക് വേറെ പണി ഒപ്പിച്ചളാം. ചുടിദാറോ? ഫാത്തിമ, 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 ഒന്ന് ഓടി വാ, ഒന്ന് വേഗം വാ പിള്ളേ. ഈശ്വർ സാറിന്റെ ടെറസിലുണ്ടോ? ടെറസിലെന്താ? ആ അയ്യാലെന്താ? തുണികൾ. തുണികളാണെന്ന് എനിക്കും അറിയാം. എന്ത് തുണികൾ? ചുരിദാറും കമ്മീസും ഉണക്കാനിട്ടിരിക്കുന്നു. അതിനെന്താ? ആ വീട്ടിൽ ചുരിദാറും കമ്മീസും എങ്ങനെ വന്നു? ഈശ്വർ സാറിന്റെ അമ്മ വന്നിട്ടുണ്ടാവും. അയ്യോ, ഒരു രക്ഷയില്ല. ഈശ്വർ സാറിന്റെ അമ്മ, അതും 10-60 വയസ്സ് കഴിഞ്ഞ നാട്ടുമ്പുറത്തുകാരി, ചുരിദാറും കമ്മീസിലും. വെറുതെ ഇല്ല സക്കീർ സാർ ഇടയ്ക്കിടയ്ക്ക് ട്യൂബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശുദ്ധ മലപ്പുറം എന്ന് വിളിക്കാറുണ്ട്. ഞാനും ഒരു പേരിടാ. അയ്യടാ, ഞാനേ ദേ വരുന്നു. CID വർക്ക്. രാമോ ചായ. നിന്നോട് ആര് പറഞ്ഞു നീ ഉടുപ്പെടുത്താൻ? പഴയതാണെന്ന് പറഞ്ഞിട്ട് രാമു എടുത്തു തന്നതാ. അപ്പൊ നിന്റെ ഡ്രസ് എന്തി? എന്റെ ഡ്രസ്സ് കഴുകി പുറത്ത് ഉണക്കാനിട്ടിരിക്കുക. പുറത്തുണക്കാനിട്ടിരിക്കുന്നോ? പോയെടുത്തല്ലോ. അല്ലെങ്കിൽ നീ പോണ്ട. നിന്നെ പുറത്ത് കണ്ടുപോരുത്. എടാ രാമോ. രാമു മാർക്കറ്റിൽ പോയി. ഒയ്യോ. ആരാ? സാറിന്റെ ആരാ? ബന്ധുവാ? ഭാര്യ? 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 ചേച്ചി, ബിൻസി, ആ കൊരങ്ങന്മാരെ എവിടെങ്കിലും കണ്ടോ? ആരെ? ആ കൊക്കു തോമസും ഗ്രൂപ്പും. ആ അവർക്കിന്ന് ഓഫാ. എവിടെയെങ്കിലും കറങ്ങി നടക്കണുണ്ടാവും. എന്താ കാര്യം? അത് നിങ്ങളടുത്ത് പറഞ്ഞാലൊന്നും ശരിയാവില്ല. ഞാൻ പോണു. നിങ്ങൾ ഞാൻ എവിടെയൊക്കെ തേടിയെന്നറിയോ? എന്താ പ്രശ്നം? ഈശ്വർ സാറിന്റെ വീട്ടിൽ ഒരാറ്റൻ ചരക്കിനെ കണ്ടു. ചരക്കോ? അതെ. അയ്യോ ഇതിനെ വിശ്വസിക്കല്ലേ, കംപ്ലീറ്റ് നുണയാണ്. അയ്യോ സത്യം, എന്റെ 2 കണ്ണാണ് സത്യം. ഞാൻ കണ്ടതാ. നല്ല സുന്ദരി കുട്ടി. വെറുതെ അല്ല ഞാൻ വളച്ചിട്ട് ഓടിയാത്തത്. ഇനി വല്ല റിലേറ്റീവ് ആയിരിക്കോ? പിന്നെ റിലേറ്റീവ് അല്ലേ സാറിന്റെ ലുങ്കിയും ജുബയും ഉടുത്ത് നിൽക്കുന്നത്. എന്നാ പിന്നെ ആരായിരിക്കും? അന്വേഷിച്ചു കണ്ടുപിടിച്ചോളൂ. ഞാൻ പോണു. ബൈ. अरे क्या बात है? और एक चौकरी. ആ ചോക്കരി. അരെ ബാപ് രെ, വോ ഭി മദ്രാസി. മദ്രാസി എന്ന് പറയുമ്പോ തനിക്ക് എന്തോ അത്ര ദേഷ്യം? ഏയ് ദാസേ,
ഞാനാ കം കം ഓൺ. എന്താണ്? എവിടുന്ന് ഒപ്പിച്ചു അന്യനാട്ടിൽ ഇങ്ങനെ ഒരു ചരക്കിനെ? ചരക്കോ? ഞാനോ ഒപ്പിച്ചെന്ന്? ശ്രദ്ധ എന്തായി പറയുന്നേ? നീയല്ലേ എന്ന് പറഞ്ഞത് ഈശ്വർ സാറിന് ഒരു പെണ്ണിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്നു? അതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ പെണ്ണിന്റെ ഐഡന്റിറ്റി സാർ കണ്ടുപിടിക്കുന്നവരെ നീ സേഫ്. കണ്ടുപിടിച്ചാൽ ആ നിമിഷം നിന്റെ കാര്യം. അയ്യോ ശ്രദ്ധ, ഞാൻ പറയുന്നു ശ്രദ്ധക്ക് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒന്നും പറയണ്ട, ഓരോ കുരിശ്. ഒന്ന് എണീറ്റേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? ഈശ്വർ സാറിന്റെ വീട്ടിലൊരു പെണ്ണ്. പെണ്ണാ? എവിടെ? അയ്യടാ, ഈശ്വർ സാറിന്റെ വീട്ടില്. ഈശ്വർ സാറിന്റെ വീട്ടിൽ പെണ്ണാ? അവിടെ പെണ്ണുമില്ല പെടക്കോഴിയില്ല. ഇത് ചോദിക്കാനാ നീ പാതിരാത്രി എന്നെ വിളിച്ചോത്തിയത്? ആര് പറഞ്ഞു? അവിടെ പെണ്ണുണ്ട്, നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ഓണം വിളിച്ചിരുന്നു ഒത്ത വിളിക്കുക. ആണുങ്ങളായ ചിലപ്പോ പെണ്ണുങ്ങൾ ഉണ്ടാവും. നിനക്കെന്താ നഷ്ടം? നീ കിടന്നുറങ്ങാൻ നോക്ക്. ലക്ഷ്മി എന്നാളുടെ പേര്. ബാക്കിയിലൊരു കസിനാ. എറണാകുളത്ത് എന്റെ വീടിനടുത്ത് തന്നെ താമസം. ഇവിടെ അടുത്ത ഏതോ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. കഴുത. ട്രെയിനിൽ വെച്ച് ബാഗും പേഴ്സും ഒക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഓർമ്മയിലുള്ള എന്റെ അഡ്രസ് വെച്ചാ വീട് കണ്ടുപിടിച്ചത്. എന്നാലും വീട്ടുകാർ ഒറ്റയ്ക്ക് ആ പെണ്ണിനെ ഇത്ര ദൂരം അയച്ചല്ലോ. അത് ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ അവള് പറയാ ഒറ്റയ്ക്ക് വന്നാൽ എന്താണെന്ന്. ഇപ്പോഴത്തെ പെൺകുട്ടിയുടെ കാര്യേ. നിന്റെ റിലേറ്റീവ് വരുത്തിയുണ്ടല്ലോ ഒരു കാന്താരി ശ്രദ്ധ, അവളെന്താ മുതല്? यार प्लटी कर दिया जी साहब. ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. മറുപടി ഒന്നും വന്നില്ല. എന്നാ അവളെ ഒറ്റയ്ക്ക് വിട്ടാലോ? അത് ഞാൻ അവളോട് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാൻ ഇപ്പൊ അവക്കൊരു പേടി. ഏതായാലും സാർ അവൾക്ക് 2 ഡ്രസ് വാങ്ങിച്ചു കൊടുത്തു. എത്ര ദിവസമാ അതേ ചുരിദാറും ലുങ്കിയും ആ ജുബ്ബ ഇട്ടുകൊണ്ട്? सारी स्कर्ट्स, ब्लाउज और क्या साहब? और क्या साहब? ये ब्रेसियर. व्हाट्स द साइज सर? ये ब्लाउज का साइज. ഈശ്വർ സാർ ലേഡി ഷോപ്പിലോ? ഇത് ഫ്ലാഷ് ചെയ്യേണ്ട ന്യൂസ് ആണല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ടെങ്കിലും തങ്കപ്പെട്ട മനസ്സാ സാറിൻ്റെത്. ഈ കാണുന്ന ദേഷ്യമൊക്കെ അപ്പോഴത്തേക്കേ ഉള്ളൂ. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഉപദേശിക്കാറുണ്ട് ഈ സ്വഭാവമൊക്കെ മാറ്റണോന്നെ. സാറിന്റെ ജീപ്പില്ല. അപ്പൊ സാറില്ല, ഷുഗറാണ്. അയ്യാ, അപ്പൊ ചരക്കിനെ കാണാൻ പറ്റുമോ? കണ്ടെങ്കിൽ കൊണ്ടിട്ടാ പോവും. അല്ല, ഉണ്ടായി കണ്ടിട്ടാ പോകുന്നു. അല്ല, കമ്പി പുള്ള്. എന്തിനാ കമ്പി വെക്കാൻ പിടിക്കാൻ പോയത്? പിടിച്ചെടുത്തോണ്ട് കമ്പി വെച്ചിട്ടല്ലേ? ഫോളോ ഫോളോ നീ. ആ കഥയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അങ്ങോട്ടൊക്കെ പോകില്ലേ? എവിടെ നോക്കിയാൽ നടക്കുന്നത്? ഞാൻ അയ്യോ, എന്റെ ദൈവമേ, ആ കുരങ്ങൻ മരുന്നാ വരുന്നുണ്ട്. ചേച്ചി അകത്ത് പോ, അകത്ത് പോ. ചേച്ചി അകത്ത് പോകാൻ വെളിയിൽ കാണരുത്. മൂത്ത് കൂടില്ല. സൂചിച്ച് അകത്തേക്ക് നോക്കിയാൽ എങ്ങനെ? കണ്ണട മാറ്റണം. അതെന്റെയാടാ. അയ്യോ, ഈശ്വർ സാറ് പറഞ്ഞപ്പോഴേക്ക് സംശയം ഉണ്ടായിരുന്നു. ഇവിടെ പെണ്ണുണ്ടെന്ന്. എന്താ എല്ലാരും കൂടെ? എന്താന്നാ ചോദിച്ചത്? सर കുച്ച് കേ? सर ചില ഡൗട്ട്സ് ചോദിക്കാനുണ്ടായിരുന്നു സർ. ഡൗട്ട്സ് ഒക്കെ ഓഫീസിൽ വന്നിട്ട് മതി. സാർ, നാളെ സൺഡേ ആണ് സാർ. സൺഡേ കഴിഞ്ഞാൽ മൺഡേ ഉണ്ട്. പോണം സാർ. എടാ പ്രാ, ആരാടാ അത് പറഞ്ഞത്? ഞാൻ ബ്രാസീൽ വാങ്ങിച്ച ആർക്കാടാ നഷ്ടം? നിനക്കാണോ? നിന്റെയൊക്കെ അവളമാർക്കല്ലോ വാങ്ങിച്ചത്. ദാസാ, നീയാ പറഞ്ഞതെന്ന് എനിക്കറിയാം. നിന്റെ വെള്ളത്തിൽ എന്റെ അടുത്ത് വേണ്ട. സാർ, ഞാൻ ഈ ബ്രാ എന്ന് പറഞ്ഞത് സാർ, ആ ലൈറ്റിന്റെ ബ്രാക്കറ്റ് പോയി കിടക്കുകയാണ്. ഇലക്ട്രീഷ്യനെ വിളിച്ച് നന്നാക്കാൻ രാമുവിനോട് പറയത്.
പോ കമാ ഗോ പോണം സർ ശ്രാദ്ധം ഞാൻ കഴിച്ചു